വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഇരിക്കണേ. ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ ഓരോ പണി ചെയ്യുമ്പോൾ തലവേദന. Glass. എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് ട്രെയിനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാൻഡിറ്റിൻ്റെ ഫസ്റ്റ് ബിൽഡിംഗ് പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇന്ന് ഒരു അവധി കിട്ടിയിട്ടുണ്ട് ഒരേ ദിവസം. അപ്പോൾ ഞങ്ങൾ ഇന്നങ്ങ് പണി ഇന്ന് പണി തുടങ്ങാമെന്ന് വെച്ചു. എല്ലാവരും കൂടി ഓരോന്നും സ്ട്രിപ്പ് ചെയ്യാനുള്ള പ്ലാനാണ് ഇന്നത്തെ. ഞങ്ങൾ ഓൾറെഡി ഓവർനൈറ്റ് എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്തു. പിന്നെ നമ്മുടെ സ്പ്ലിറ്റ് ആയിരുന്ന എക്സോസ്റ്റ് ഉണ്ടല്ലോ, എൻക്യാനും റിമൂവ് ചെയ്തിട്ടുണ്ട് ഓവർനൈറ്റ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും വന്നപ്പോഴത്തേനും ഓവർനൈറ്റ് ഓയിലും ഡ്രെയിൻ ചെയ്തു, എൻക്യാനും റിമൂവ് ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി സ്ട്രിപ്പ് ചെയ്യാനാണ് പ്ലാൻ. വണ്ടിക്ക് പേരിടുന്നതും അവസാനം നമ്മൾ കാണിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസൊക്കെ വന്നായിരുന്നു നമ്മൾ എപ്പോഴാണ് അടുത്ത വീഡിയോ ഇടുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിച്ചതിന് താങ്ക് യു വെരി മച്ച്. പിന്നെ ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുക. അപ്പോൾ റെഡിയല്ലേ ഗൈസ്? ഗുഡ് ടു ഗോ. അതെ, ഓക്കെ. ആദ്യം ഞങ്ങൾ ഈ ഫ്യൂൽ ടാങ്ക് ഒന്ന് ഡ്രെയിൻ ചെയ്യുവാണ്. ഇതിനകത്ത് കിടക്കുന്ന പെട്രോള് ഒന്ന് ഡ്രെയിൻ ചെയ്ത് നമ്മൾ ജെറിക്കാനകത്ത് ആക്കി അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് പ്രോസസ്സ് തുടങ്ങാനാണ് ഇരിക്കുന്നത്. സീറ്റ് പറഞ്ഞപ്പോൾ നമ്മുടെ സീറ്റിനകത്ത് ടൂൾസും കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡ് കിറ്റും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ടെൻമില്ലായിരിക്കില്ലേ? അല്ലടാ, ആണോ? അതെ, പോലെ അതെന്താ ഫ്ലിപ്പ് ചെയ്തിരിക്കുകയാണോ? ഇത് ഇതല്ല, ഇങ്ങനെ റബ്ബർ ബങ്കിൻ്റെ അകത്ത് കയറിയിരിക്കുക. ഓക്കെ, ഇത് നേരെ പുറകിലോട്ട് വെച്ചാൽ മതി. അതെ, ഇതിൻ്റെ അടിയിൽ നോക്കി ഞാൻ പിടിക്കാം. വെച്ചിട്ടില്ല. നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഈ കാണുന്നവർക്ക് ആർക്കെങ്കിലും വേറെ ഈസിയർ മെത്തേഡ് അറിയാമെങ്കിൽ പറയാം കേട്ടോ. പഴയ റബ്ബർ ചേട്ടാ, ക്ലീൻ ആയിട്ടുള്ള എയർ ഫിൽട്ടർ. ഫ്യൂൽ ടാങ്ക് റിമൂവ് ചെയ്തു, ഫ്യൂല് ഡ്രെയിൻ ചെയ്ത് ഒരു ജെറിക്കാനകത്താക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ എയർ ഫിൽട്ടർ, ഇവിടെ ഇരുന്ന് എയർ ഫിൽട്ടർ റിമൂവ് ചെയ്തു. സൈഡിലുണ്ടായിരുന്ന നമ്മുടെ ബോഡി പാനൽസ് ഇല്ലേ, റസ്റ്റ് കണ്ട ബോഡിയിലുള്ള. ഓക്കെ, അങ്ങനെ പയ്യെ പ്രോഗ്രസ് ചെയ്യുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ബാക്കിൽ മൊത്തം സ്ട്രിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. പാർട്സ് എല്ലാം കാണിച്ചു. നമ്മുടെ ഫെയറിങ്ങും ഒരു എയർ ഫിൽറ്റർ, പിന്നെ നമ്മൾ ആദ്യം കയറാൻ വേണ്ടി സൈഡ് പാനലിലോട്ട് കയറാൻ വേണ്ടി ഇവിടുത്തെ കവറും കാര്യങ്ങളെല്ലാം ഒന്ന് ഊരി. എന്താ ബാക്കിലെ സീറ്റും ഫെയറിങ്ങും പിന്നെ ഊരിയ സംഭവം നമ്മൾ മറ്റേ സിപ്പ് ബാഗിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് പണി ചെയ്യുന്നവർക്കൊരു ടിപ്പാണ്. നമ്മൾ ഓരോ പാർട്ടിൻ്റെയും ഓരോ സ്ക്രൂവും നട്ടും ഒക്കെ ഊരാൻ നേരം അതൊരു സിപ്പ് ബാഗിലാക്കി നമ്മളൊരു പെർമനൻറ്റ് മാർക്കർ കൊണ്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വരാൻ നേരം നമുക്കറിയാം ഏതൊക്കെ പാർട്സ് ഏതിൻ്റെ ആണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതൊരു നല്ലൊരു പ്രാക്ടീസാണ്. ചെയിൻ ഇതുണ്ടല്ലേ, നല്ല ചെയിൻ ഭയങ്കര ലൂസായത്. അവിടുത്തെ ആ ഗൈഡിൽ റബ്ബറിൻ്റെ ഗൈഡുണ്ട്, അത് ഫുള്ള് വെയർ ഔട്ടായി. അവിടുത്തെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അപ്പോൾ ചെയിന് കുറേ ഏജ് ആയ ചെയിനാണ്. നല്ല ഇതുണ്ടല്ലേ, അവിടെ തന്നെയാണ് നോക്കുന്നത്. ഭയങ്കര പ്ലേ. ലോക്കാണ് ഇവിടെ, ഇതെല്ലാം അൺലോക്കാണ്. മണ്ടത്തരങ്ങൾ കണ്ടില്ലല്ലേ? ഇല്ല. ബൈ വൺ ഫീഡ് ഔട്ട് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ. അപ്പം ബാക്കിലെ മിക്ക കാര്യങ്ങളും ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, പുതിയ കാര്യങ്ങൾ. ഫ്രണ്ടിൽ നമ്മുടെ ലൈറ്റിങ്ങും പിന്നെ നമ്മുടെ ഇഗ്നിഷൻ ബാറിൽ ഇപ്പോൾ ഊരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഊരാൻ പോകുന്നത് നമ്മുടെ റേഡിയേറ്റർ. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി നേരെ കയറ്റുന്നു ഗ്യാരേജ്. ബാക്കി വർക്ക് നെക്സ്റ്റ് മോർണിംഗിൽ. ഇതാണ് നമ്മൾ ഇന്ന് ഊരിയ പാർട്സ് എല്ലാം. അപ്പോൾ ഇനിയും അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഊരിയ പാർട്സ് എല്ലാം നേരത്തെ നമ്മൾ ഓരോ സിപ്പ് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് പതിയെ എല്ലാം എഴുതി വെക്കുവാണ്. നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കിന് ഏതൊക്കെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയാനായിട്ട് നമ്മൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെന്തിൻ്റെ ഇടാ? ഇത് ബൾബിൻ്റെ അകത്തെ ഫാസ്റ്റനേഴ്സ്. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഊരിയത്. ഇപ്പോൾ ഇവിടെ ഉടനെ ഇരുട്ടാൻ തുടങ്ങും. അത് കാരണം ഇന്നത്തെ പരിപാടി തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. അപ്പം മോർണിംഗിൽ വി കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം പണി തുടങ്ങുകയാണ്. ഇന്ന് ഇത്തിരി മഴ ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്യാരേജ് വെച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തിരി സ്പേസ് കൺസ്ട്രെയിൻഡ് ആണ്, ലൈക്ക് അധികം ഇടയില്ല വർക്ക് ചെയ്യാൻ വേണ്ടി. ഇന്നലെ ഇഗ്നിഷൻ ബാറിൽ ഊരായിരുന്നു, പക്ഷേ ഞങ്ങൾ ചെയ്തു വന്നപ്പോഴത്തേനും ഇരുട്ടായിരുന്നു. സോ ഇന്നിപ്പോൾ ഇനി ഇഗ്നിഷൻ ബാറിൽ ഊരണം. വേറെ എന്താണ്, നമ്മുടെ റേഡിയേറ്റർ, പിന്നെ എക്സോസ്റ്റ്, നമ്മുടെ എക്സോസ്റ്റ് ഡൗൺ പൈപ്പ്സ് റിമൂവ് ചെയ്യാനുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഓക്കെ, ഇപ്പം റേഡിയേറ്റർ ഊരി അതിനകത്ത് ഓയിൽ നമ്മുടെ പാനിനകത്തോട് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മനീഷ് ഇവിടെ നമ്മുടെ എയർ ബോക്സ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർ ബോക്സ് ലൂസായിട്ടുണ്ട്. കാർബറേറ്ററിൻ്റെ 4 ജൂബിലി ക്ലിപ്സ് ഉണ്ട്, അത് ഡിസ്കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഇത് ചോക്കിൻ്റെ കേബിളുണ്ട്, അത് ലൂസാക്കണം. എന്നിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് ഊരി കാർബറേറ്റർ ആദ്യമേ ഊരിയിട്ടേ ഉള്ളൂ നമുക്ക് എയർ ബോക്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതിൻ്റെ പ്രോസസ്സിലാണ് ഇപ്പോൾ. വന്നു. ഓക്കെ, അല്ലാണ്ട് മാറ്റട്ടെ ഓടിയാതെ.
ഓക്കെ, ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ കാർബറേറ്റർ ഊരി. ഇനി ഈ എയർ ബോക്സ് ഊരണേൽ ഇടയില്ല. അപ്പം ഈ ഫിറ്റിംഗ് ഉണ്ടല്ലോ ഈ കാണുന്നത്, അതിപ്പം ലൂസാക്കി ഊരിയിട്ട് എയർ ബോക്സ് എടുക്കാനാണ്. ഞങ്ങൾ എയർ ബോക്സ് ഊരി, കാർബറേറ്റർ ഊരി, എന്നിട്ടിപ്പം എക്സോസ്റ്റ് ഊരിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പഴയ ആൾ ഫിറ്റ് ചെയ്ത പല പല കണക്ഷൻ വെച്ചാണ് എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത്. പല ലെന്ത്, പല ഡിഫറെൻറ്റ് കണക്ഷൻസ്. പിന്നെ ഒരെണ്ണം ബോൾട്ട് വെച്ച് നട്ട് വെച്ച് ഫിറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം എല്ലാം റൗണ്ടപ്പായി ഇരിക്കുകയാണ്. കാണാമെന്ന് അറിയത്തില്ല, ഇരുട്ടാണ്. അപ്പോൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത് ഊരാൻ. ഓക്കെ, എൻജിൻ ബ്ലോക്കിൽ നിന്ന് ഒരു എക്സോസ്റ്റാണിത്. This is the down pipe into collector. തിരിച്ചത് അല്ല, ആക്ച്വലി ഇതുണ്ടോ, അവർ ആ എക്സോസിൻ്റെ ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നട്ട് ഉപയോഗിച്ചേക്കുന്നത്. ആ ബാർ ഇതുണ്ടോ, ത്രെഡഡ് ബ്രോഡ്, അത് വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഇരിക്കണേ. ഞാൻ ആ പ്ലെയർ വെച്ചൊന്ന് തിരിച്ച് നോക്കാം. ഒരു ഇത് കണ്ടില്ലേ, എക്സ്ട്രാ പണി. ഓഫ് മൈ ഗോഡ്. ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ ഓരോ പണി ചെയ്യുമ്പോൾ തലവേദന. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളെല്ലാം ഊരി, എന്നിട്ട് ഇതിൻ്റെ എൻജിൻ്റെ അകത്ത് ഇനിയിപ്പം അടുത്ത തവണ പണിയുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് കറണ്ട് ഇതൊന്നും കയറാതിരിക്കാനായിട്ട് ഞങ്ങൾ മാസ്കിൻ്റെ ടേപ്പൊക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചു ഇൻടേക്കിൻ്റെ അവിടെ. എന്നിട്ട് പിന്നെ അതൊക്കെ തന്നെ ഇവിടെയും ഒന്ന് ഗ്രീസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ടേപ്പൊക്കെ ഒന്ന് ഒട്ടിക്കാൻ പോവുകയാണ്. കവർ ചെയ്ത് ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി വർക്കെല്ലാം കഴിഞ്ഞു. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ഇതെടുക്കാൻ നമ്മുടെ കാർബറേറ്റേഴ്സ്, എക്സോസ്റ്റ് റിമൂവ് ചെയ്തപ്പോൾ ഒരു ത്രെഡ് അവിടെ നമ്മളത് ത്രെഡഡ് ബാർ വെച്ച് അത് വെൽഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. സോ അതിന് റീത്രെഡ് ചെയ്യണം, വെളിയിൽ കൊടുക്കേണ്ടി വരും. ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഓൾ ഇൻ ഓൾ വണ്ടി ഓൾമോസ്റ്റ് സ്ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ഞങ്ങൾക്ക് ഒരു ഹോയിസ്റ്റ് മേടിച്ച് ഈ വീലും സ്വിംഗ് എൻജിനൊക്കെ ഊരാനുള്ള ആദ്യൊരു കുറച്ച് ടൂൾസ് പോയി മേടിക്കണം. അപ്പം ഇനി വർക്ക് പെൻഡിങ് ആണ്. ഇനി ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ വിത്ത് ദ ടൂൾസ് വി ഹാവ് നൗ, അല്ലേ? അപ്പം നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാർട്ട് ഞങ്ങളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. പണികളെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ടൂൾസ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് അടുത്ത സ്റ്റേജിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്വസ്റ്റ്യൻസ് ഞങ്ങൾ 3 പേരുടെയും ഇൻസ്റ്റാഗ്രാം ഇട്ടേക്കാം അടിയിൽ. അപ്പം ആരെയാണെങ്കിലും കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്. യെസ്, നമ്മുടെ വണ്ടിയുടെ പേരിടുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇനി വണ്ടിയുടെ പേരിടുന്ന ചടങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഞങ്ങളിപ്പം പേരിടുന്ന ചടങ്ങിലേക്ക് കിടക്കുവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ കമൻ്റ് ഇടുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര്, അതായത് ഒരു നാടൻ പേര് അല്ലെ ഏറ്റവും കോമഡി ആയിട്ടുള്ള പേര് കമൻറ്റ്. അതെ, ഒരു ആണുങ്ങളുടെ പേര്, ചെറുക്കന്മാരുടെ പേര് കമൻറ്റിൽ ഇടുക. അത് ഞങ്ങൾ ഈ വീഡിയോയിൽ ചൂസ് ചെയ്ത് നമ്മുടെ ബൈക്കിന് ആ പേര് ഞങ്ങൾ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സജഷൻസ് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വന്ന ഞങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കട്ടപ്പുറത്തെ കട്ടപ്പ. അത് നല്ല സൂട്ടിങ് പേരാണ്. അതായത് വണ്ടി പണി കട്ടപ്പുറത്ത് കയറുവാണ്, അപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്ന കട്ടപ്പ. നല്ലൊരു പേരാണ്. അപ്പോൾ ആ സജഷൻ തന്ന ആൾക്ക് വെൽഡൻ. പിന്നെ വന്ന ഭഗീരഥൻ പിള്ള, അതായത് മറ്റേ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള. വലിയ വടി 1, ചെറിയ വടി 2. ഓക്കെ, വേറെ അടുത്ത് വന്ന പേര് ജിംബ്രൂട്ടൻ.
അവർ നല്ലൊരു പേരാണ്, ജിം ബ്രൂട്ടൻ. പിന്നെ വന്നത് പ്രഭാകര അന്ന് വിജയവാഡ കസിനോ ഹോട്ടലിൽ പ്രഭാകര. വേറെ ഒരു പേര് വന്നേക്കുന്ന കഡോൽക്കജൻ, അതായത് നമ്മുടെ രണ്ടാം ഊഴം MT വാസുദേവന്റെ രണ്ടാം ഊഴം നോവലിനകത്തെ പേരാണ്. പിന്നെ ഗഫൂർ ക ദോസ്ത് നല്ലൊരു പേരായിരുന്നു. മമ്മൂക്കയുടെ ഐക്കോണിക് ക്യാരക്ടർ ഗഫൂർ ക ദോസ്ത്. അതുപോലെ തന്നെ അടുത്തൊരു ഐക്കോണിക് ക്യാരക്ടറിന്റെ പേരാണ് അൽ കമലാസനൻ. അത് ഞങ്ങൾക്ക് കുറെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ്, അൽ കമലാസനൻ. പിന്നെ ടോപ്പ് 3. അപ്പം ലാസ്റ്റ് 3 ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഉണ്ട്. അപ്പം വായിച്ചോളൂ. നമ്പർ 3 ബാൻഡിറ്റ് പാപ്പൻ. നമ്മുടെ ഷാജി പാപ്പനെ വെല്ലുവിളിച്ചോണ്ട് ഇറങ്ങി വരുന്നു നമ്മുടെ ബാൻഡിറ്റ് പാപ്പൻ. അതും നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. പിന്നെ നമ്പർ 2 വന്നത് സുസുക്കി സുഗുണ. നമ്മള് ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും നമുക്ക് അത്ര ഒരു എൻജോയ്മെന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ സ്നേഹം കുടുംബം സൂസ് എന്ന് വിളിക്കും. നല്ലൊരു പേരായിരുന്നു. അപ്പൊ നമ്മുടെ ടോപ്പ് 1, അതായത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേര്, അത് ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേരാണ്. ആ പേരാണ് സന്തോഷ് ബാൻഡിറ്റ്. നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ചേട്ടന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഈ ബൈക്കിന് ഞങ്ങൾ പേരിട്ടേക്കുവാണ് സന്തോഷ് ബാൻഡിറ്റ്. അപ്പൊ ഇനി മുതലുള്ള വീഡിയോസിന് നമ്മള് സന്തോഷ് ബാൻഡിറ്റ് എന്ന ടൈറ്റിൽ വെച്ച് തുടങ്ങാം. യെസ്. മിസ്റ്റർ സന്തോഷ് ബാൻഡിറ്റിന് ഞങ്ങളുടെ സ്വന്തം സന്തോഷ് ബായിക്ക് വേണ്ടി സന്തോഷ് ബാൻഡിറ്റ്. ഓക്കെ, ചിയേഴ്സ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പേര് അയച്ചു തന്ന ഞങ്ങളുടെ സബ്സ്ക്രൈബർ ജസോ മാത്യു, താങ്ക് യു വെരി മച്ച്. അടിപൊളി പേരായിരുന്നു, ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു പേരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ ബിൽഡുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പം വീണ്ടും ഇവിടെ അടുത്ത ആഴ്ച തൊട്ട് ലോക്ക്ഡൗൺ വീണ്ടും തുടങ്ങുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് അതിൻ്റെ നാളെ അറിയാം. അതിന്റെ സമയം കിട്ടുന്ന അനുസരിച്ചായിരിക്കും ഞങ്ങൾ ഇനി ഇതിന്റെ ഓരോ വീഡിയോ ചെയ്യുന്നത്. സോ ബി പേഷ്യന്റ് വിത്ത് us ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. അല്ലേ, കുറെ ആൾക്കാർ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറെ ആൾക്കാർ ഞങ്ങളെ ഷൗട്ട് ഔട്ട് ചെയ്ത് ഞങ്ങൾക്ക് കുറെ ആകാംക്ഷയോടെ എന്നാണ് അടുത്ത വീഡിയോ വരുന്നതെന്നൊക്കെ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ, ഈ ഒരു ബിൽഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. സോ ഹോപ്പ് യു ഗൈസ് കീപ് സപ്പോർട്ടിങ് us ആൻഡ് മുമ്പേ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഗോ ഫോളോ us ഓൺ ഇൻസ്റ്റഗ്രാം. ഞാൻ അടിയിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് യെസ്, എനി തോട്ട്സ് കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.